കേരളത്തിലെ ചുരങ്ങൾ. കേരളത്തിൽ ചുരങ്ങൾ ഉണ്ടാക്കുന്ന പർവ്വതം പശ്ചിമഘട്ടമാണ്. ഈ പശ്ചിമഘട്ടം ഗുജറാത്തിൽ ആരംഭിച്ച് കന്യാകുമാരിയിൽ അവസാനിക്കുന്നു. പശ്ചിമഘട്ടത്തെ കേരളീയർ സഹ്യപർവ്വതം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഏതാണ്ട് 1600 കിലോമീറ്ററാണ് പശ്ചിമഘട്ടത്തിന്റെ നീളം. ഈ പശ്ചിമഘട്ടം കേരളത്തിലെ 13 ജില്ലകളിലൂടെയും കടന്നു പോകും. അപ്പൊ പശ്ചിമഘട്ടം കടന്നു പോകാത്ത കേരളത്തിലെ ഏക ജില്ല ആലപ്പുഴയാണ്. പശ്ചിമഘട്ടത്തിലെയും കേരളത്തിലെയും ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. ഏകദേശം 30 കിലോമീറ്ററാണ് പാലക്കാട് ചുരത്തിന്റെ വീതി. പാലക്കാട് ചുരത്തിലൂടെ കേരളത്തിലേക്ക് ഒഴുകിയെത്തുന്ന നദി ഭാരതപ്പുഴയാണ്. കേരളത്തിലെ വടക്കേ അറ്റത്തെ ചുരം ആലട്ടി ചുരം. ആലട്ടി ചുരം കാസർഗോഡിനെ കർണാടകയുമായി ബന്ധിപ്പിക്കുന്നു. അപ്പൊ കേരളത്തിലെ തെക്കേ അറ്റത്തെ ചുരം ആരുവായ്മൊഴി ചുരം അഥവാ ആരംപോളി ചുരം. ഈ ചുരം തിരുവനന്തപുരത്തെ തിരുനെൽവേലിയുമായി ബന്ധിപ്പിക്കുന്നു. കോഴിക്കോട് ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ചുരമാണ് താമരശ്ശേരി ചുരം. താമരശ്ശേരി ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. കോഴിക്കോടിനെ വയനാടുമായി അഥവാ കോഴിക്കോടിനെ മൈസൂറുമായി ബന്ധിപ്പിക്കുന്ന ചുരം. ഇടുക്കി ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ചുരമുണ്ട്, ബോഡി നായ്ക്കന്നൂർ ചുരം. ഇടുക്കിയെ മധുരയുമായി ബന്ധിപ്പിക്കുന്നതാണ് ബോഡി നായ്ക്കന്നൂർ ചുരം. കൊല്ലം ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു ചുരമാണ് ആര്യങ്കാവ് ചുരം. ആര്യങ്കാവ് ചുരം നമ്മുടെ കൊല്ലത്തെ ചെങ്കോട്ടയുമായി ബന്ധിപ്പിക്കുന്നു അഥവാ പുനലൂരിനെ ചെങ്കോട്ടയുമായി ബന്ധിപ്പിക്കുന്നു. ഡീറ്റെയിൽഡ് ഫ്രീ ക്ലാസുകൾ നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. താങ്ക് യു.